വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡബിൾ ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ നോൺ റെക്ടാങ്കുലർ റീജിയൻ, അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുള്ള എല്ലാ ഇന്റഗ്രൽ ഫോമും, ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ, ഇന്റഗ്രൽ a to b, c to d, some function of xy, that is f of xy into dx dy എന്ന ഫോമിലായിരുന്നു. ഇവിടെ a, b, c, d ഇതെല്ലാം കോൺസ്റ്റന്റ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ലിമിറ്റ് കംപ്ലീറ്റ് ഈ ഡബിൾ ഇന്റഗ്രലിന്റെ എല്ലാ ലിമിറ്റും കോൺസ്റ്റന്റ് ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന റീജിയൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് a to b യും c to d യും ആണെങ്കിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന റീജിയൻ ആയിരിക്കും ഒരു റെക്ടാങ്കുലർ റീജിയൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ, ബി, സി, ഡി ഇതിലെ ഏതെങ്കിലും ഒന്ന് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ റീജിയൻ ഒരിക്കലും റെക്ടാങ്കുലർ റീജിയൻ ആവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോണത് നോൺ റെക്ടാങ്കുലർ റീജിയനിൽ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഫസ്റ്റ് പറയാം, എന്നിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് evaluate integral 0 to 1. Next, integral minus x to x square y square x dy dx. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഏറ്റവും അകത്ത് ഏതാണോ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു അതാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യും. ഇതിന്റെ അകത്തുള്ള ഒരു ഇന്റഗ്രൽ നമ്മൾ ഫസ്റ്റ് ചെയ്യും. ഓക്കെ, therefore this equal to integral 0 to 1. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്, അത് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട് സൈഡ് എടുക്കാം, ഇതുവരെ എടുക്കാം അല്ലേ. ദാറ്റ് ഈസ് ആ എക്സിനെ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇന്റഗ്രൽ മൈനസ് എക്സ് ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഡി വൈ നെക്സ്റ്റ് ഇൻറ്റു ഡി എക്സ്. therefore this equal to integral 0 to 1. നെക്സ്റ്റ് എക്സ് ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ വൈ ക്യൂബ് ബൈ 3 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് എക്സ് ടു എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 1/3. ഇവിടെ 1/3 കോൺസ്റ്റന്റ് ആണ്, പ്യൂർ കോൺസ്റ്റന്റ് ആണ്, അത് മാക്സിമം ഔട്ട്സൈഡിലേക്ക് എടുക്കാം. ഓക്കെ, ബാക്കി എക്സ് ഇൻറ്റു ഇനി അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി? എക്സ് സ്ക്വയർ ഹോൾ ക്യൂബ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് എക്സ് ഹോൾ ക്യൂബ് ഇൻറ്റു ഡി എക്സ്. therefore this equal to 1/3 integral 0 to 1 x into x raised to 6 മൈനസ് എക്സ് ക്യൂബ് അല്ലേ. മൈനസ് എക്സിന്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് എക്സ് ക്യൂബ് മൈനസ് ഇൻറ്റു മൈനസ് എക്സ് ക്യൂബ് ദാറ്റ് ഈസ് പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, therefore this equal to 1/3 integral 0 to 1 x into x square that is x raised to 7 plus x raised to 4 into dx. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ഫോമിലേക്ക് മാറി നമ്മുടെ പ്രോബ്ലം. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു എക്സ് റേസ് ടു 7ന്റെ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് എക്സ് റേസ് ടു 8 ഡിവൈഡ് ബൈ 8 പ്ലസ് എക്സ് റേസ് ടു 5 ഡിവൈഡ് ബൈ 5 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 0 to 1. therefore this equal to 1/3 next 1/8 plus 1/5 upper limit minus lower limit that is 0 plus 0 upper limit minus lower limit. therefore this equal to that is 1/3 next 5 plus cross multiply ചെയ്യാം. 5 plus 8 divided by 5 into 8 that's equal to 40. okay, therefore this equal to 8 plus 5 that equal to 13 divided by 120. ഇതാണ് ആൻസർ, 13 divided by 120. okay, next question. evaluate
evaluate integral 0 to pi by 3 integral 0 to cos y x into sin y dx dy. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, കാരണം എക്സ് ആണ് ഏറ്റവും അകത്ത് കിടക്കുന്നത്. ഓക്കെ, ദെയർഫോർ ഇത് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ഈക്വൽ ടു integral 0 to pi by 3 next integral 0 to cos y x into sin y dx into dy. നെക്സ്റ്റ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നത് കൊണ്ട് ഈ സൈൻ വൈ കോൺസ്റ്റന്റ് ആണ്. സൈൻ വൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് എടുക്കാം അല്ലേ. ഇതിനെ സൈൻ വൈനെ ഇങ്ങോട്ട് എടുക്കാൻ പാടില്ല, കാരണം വിത്ത് റെസ്പെക്ട് ടു വൈയുടെ ഇന്റഗ്രൽ പുറത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ വൈനെ എടുക്കാം. ഓക്കെ, ദെയർഫോർ ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 3 sin y നെക്സ്റ്റ് ഇന്റഗ്രൽ 0 to cos y x into dx dy. Therefore this equal to integral 0 to pi by 3 sin y next x in the integral, that is x square divided by 2 upper limit lower limit substitute 0 to cos y next dy. Therefore this equal to integral 0 to pi by 3 sin y x square, that is cos square y, substitute cos square y divided by 2 minus next 0 substitute 0 upper limit minus lower limit into dy. That is this equal to 1 by 2 നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം അല്ലേ. 1 by 2 പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ 0 to pi by 3 sin y cos square y dy. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആ ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം, ദാറ്റ് ഈസ് പുട്ട് യു ഈക്വൽ ടു ഇവിടെ കോസ് സ്ക്വയർ വന്നത് കൊണ്ട് കോസിന്റെ ഡെറിവേറ്റീവ് ഇൻ ടേംസ് ഓഫ് സൈൻ ആയതുകൊണ്ട് ഇവിടെ കോസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് കോസ് യു കോസ് എക്സ് കോസ് വൈ യു ഈക്വൽ ടു കോസ് വൈ. എന്താണ് ഡി യു, that is du divided by dy that equal to minus sin y. നമുക്ക് വേണ്ടത് dy എന്താ എന്നാണ് വേണ്ടത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് therefore dy equal to du divided by minus sin y. ഇവിടെ നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് യു ഈക്വൽ ടു കോസ് വൈ എന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. therefore നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റും ഇന്റർചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ ഈ വൈയുടെ ലിമിറ്റ് എന്തായിരുന്നു, 0 to pi by 3 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ യുടെ ലിമിറ്റ് എന്തായിരിക്കും, ദാറ്റ് ഈസ് cos 0 to cos pi by 3, കാരണം cos y ആണ് എന്ത്, യു. അപ്പോൾ വൈയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യുടെ ലിമിറ്റ് കിട്ടും. ദാറ്റ് ഈസ് cos 0 to cos pi by 3. ഓക്കെ, എന്താണ് cos 0, ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് എന്താണ് cos pi by 3, ദാറ്റ് ഈസ് cos pi by 3 1 by 2. ഓക്കെ, ദാറ്റ് ഈസ് 1 by 2. therefore നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി, ദാറ്റ് ഈസ് ഇന്റഗ്രൽ 1 by 2 into integral next 1 to 1 by 2 next is sin y next is cos square u, so cos square y അതിന് നമ്മൾ u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. therefore u square എന്താണ് dy equal to du divided by minus sin y. ഈ sin y ഇതിലെ sin y ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി മൈനസ് 1 by 2 integral 1 to 1 by 2 u square du. ഓക്കെ, നെക്സ്റ്റ് ദിസ് ഈക്വൽ ടു എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ലിമിറ്റ് ഇൻഡെക്സ് ചെയ്യാം. 1 to 1 by 2 എന്നുള്ളത് എനിക്ക് വേണമെങ്കിൽ 1 by 2 to 1 എന്ന് എഴുതാം. പക്ഷെ എന്ത് വരും,
ഇന്റഗ്രൽ റിസൾട്ട്. നിങ്ങൾക്ക് അറിയുന്ന റിസൾട്ടാണ് ഇന്റഗ്രൽ a to b f of x dx. ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ b to a. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ഇന്റർചേഞ്ച് ചെയ്യാം. a to b എന്നുള്ളത് b to a എന്ന് എഴുതാം. പക്ഷേ എന്ത് ചെയ്താൽ മതി, ഒരു മൈനസ് പുറത്തിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് ഞാൻ 1 to 1/2 എന്നുള്ളത് 1/2 to 1 എഴുതാൻ പോവാം. എന്ത് വരും, മൈനസ് 1/2 ഓൾറെഡി പുറത്ത് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വീണ്ടും ഒരു മൈനസ് വരും അല്ലേ. മൈനസ് 1 ഇൻറ്റു 1/2 to 1 u സ്ക്വയർ du. ഓക്കെ, that equal to 1/2 u square integral, that is u cube by 3. upper limit lower limit substitute ചെയ്ത് കഴിഞ്ഞാൽ 1/2 to 1. therefore this equal to 1/2 u 1/3 പുറത്തേക്ക് എടുക്കാം. ബാക്കി u ക്യൂബിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is 1/2 to 1. therefore this equal to 1/6 അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി, 1 ക്യൂബ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 ഹോൾ ക്യൂബ്. that is this equal to 1/6 1 minus 1/8. therefore this equal to 1/6 8 cross multiple ചെയ്ത് കഴിഞ്ഞാൽ 1 divided by 1 എന്ന് എഴുതാം. that is 8 minus 1 divided by 8. therefore this equal to 1/6 7 divided by 8. that's equal to 7 divided by 48. ഇതാണ് കംപ്ലീറ്റ് ആൻസർ, 7 divided by 48. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോൺ റെക്ടാങ്കുലർ റീജിയണിൽ ഇവാലുവേറ്റ് ചെയ്യുക. പഴയ പോലെ തന്നെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒരു പക്ഷേ ഫംഗ്ഷൻ ആയിരിക്കുമെന്ന് വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് തരാതെ നമ്മൾ കണ്ടുപിടിക്കുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ചെയ്ത് നോക്കാം. Evaluate question. Evaluate double integral over r. Double integral over r 2x minus y square into dA over the triangular region capital R enclosed between the lines y equal to minus x plus 1, y equal to x plus 1 and y equal to 3. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ, ദാറ്റ് ഈസ് ഈ റീജിയണിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഏതാണ് ഈ റീജിയൻ, അത് താഴെ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു എന്താണ് ഡി എ പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ഡി വൈ. ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഡി എക്സ് ഡി വൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡി വൈ ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. പക്ഷേ എക്സ് ഡി വൈ എഴുതുമ്പോൾ ഏതാണ് ഫസ്റ്റ് ഇൻ്റഗ്രൽ സെക്കൻഡ് ഇൻ്റഗ്രൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി ഏതാണ് ഈ റീജിയൻ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഈ ദാറ്റ് ഈസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ ലൈൻ അല്ലെങ്കിൽ ട്രയാങ്കുലർ റീജിയൻ ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ റീജിയൻ? നമുക്ക് എക്സ് വൈ പ്ലെയിൻ വരയ്ക്കാം. ദാറ്റ് ഈസ് എ വൈ എക്സ് ആൻഡ് എക്സ് എക്സ്, എക്സ് ആൻഡ് വൈ.
ഒരു ആർബിറ്ററി കുറച്ച് പോയിന്റ്സ് ഞാൻ അടയാളപ്പെടുത്താം. 1 2 3 4 എക്സെട്ര. നെക്സ്റ്റ് -1 -2 -3 -4. നെക്സ്റ്റ് 1 2 3 4 എക്സെട്ര. നെക്സ്റ്റ് -1 -2 -3 -4 എക്സെട്ര. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ലൈനാണ് y ഈക്വൽ ടു 3 എന്നുള്ള. y ഈക്വൽ ടു 3 ദാറ്റ് ഈസ് y ആക്സിസിനോട് y ആക്സിലെ 3യിലൂടെ ഒരു ലൈൻ വരയ്ക്കുക, പക്ഷേ x ആക്സിനോട് പാരലൽ ആയിട്ട്. എന്നാൽ x ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ആണെങ്കിൽ, x ഈക്വൽ ടു k ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ലൈൻ അല്ലേ. ദാറ്റ് ഈസ് x ഈക്വൽ ടു 1, നെക്സ്റ്റ് x ഈക്വൽ ടു 2, x ഈക്വൽ ടു 3. അപ്പോൾ x ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ആണെങ്കിൽ xy പ്ലെയിനോട് വെർട്ടിക്കൽ ആയിട്ട്, ദാറ്റ് ഈസ് x ആക്സിൽ ടച്ച് ചെയ്ത് പോകുന്ന y ആക്സിനോട് പാരലൽ ആയിട്ടുള്ള ലൈൻ ആയിരിക്കും. ഇനി y ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ആണെങ്കിൽ, y ഈക്വൽ ടു k ആണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ഒരു ലൈൻ, വളരെ സിമ്പിൾ ലൈനാണ്, y ഈക്വൽ ടു 3. y ഈക്വൽ ടു 3 എന്ത് വരും? ദാറ്റ് ഈസ് ഇത് x ആക്സ് ആണെങ്കിൽ, ഞാൻ വരച്ചതിൽ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്, എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. y ഈക്വൽ ടു 3 പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ലൈൻ, y ഈക്വൽ ടു 3. ദാറ്റ് ഈസ് 3 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ, ദാറ്റ് ഈസ് y ഈക്വൽ ടു 3. ഇനി ഏതാണ് y ഈക്വൽ ടു -x+1? അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലെയിനിലെ ഒരു ലൈൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 പോയിന്റ് കിട്ടിയാൽ മതി അല്ലേ. ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് xy പ്ലെയിൻ ആണെങ്കിൽ 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ആകെ ഒരു ലൈനേ ഉള്ളൂ. ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. ഈ 2 പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈനേ ഉള്ളൂ. അപ്പോൾ ഒരു ലൈൻ xy പ്ലെയിനിലെ ഒരു ലൈൻ കിട്ടണമെങ്കിൽ എന്ത് കിട്ടിയാൽ മതി? 2 പോയിന്റ് നമുക്ക് കിട്ടിയാൽ മതി. ഏതെങ്കിലും 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് യോജിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ തൊട്ട് മുന്നേ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ. y ഈക്വൽ ടു y ഈക്വൽ ടു x -x+1 എന്ന് തന്നിട്ടുണ്ട്. y ഈക്വൽ ടു -x+1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? 2 പോയിന്റ് കിട്ടണം. ദാറ്റ് ഈസ് x പോയിന്റ് കിട്ടണം, y പോയിന്റ് കിട്ടണം. അങ്ങനത്തെ 2 പോയിന്റ് കിട്ടണം. ഓക്കെ, കിട്ടണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യാം? എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് എക്സിന് 0 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു 0 + 1 കിട്ടും. ദാറ്റ് ഈസ് വൈയുടെ വാല്യൂ 1 കിട്ടി. അപ്പോൾ ഒരു പോയിന്റ് എന്താണ്? 0 1. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും, y വാല്യൂ കിട്ടും. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി. ഇനി എക്സിന് 0, വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്തായി? 0 ഈക്വൽ ടു -x+1 എന്നായി. ഈ -x ഇങ്ങോട്ട് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് x ഈക്വൽ ടു 1 ആയി. അപ്പോൾ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 1. അപ്പോൾ ഏതൊക്കെ പോയിന്റ്? ഒന്ന് 0 1. എന്താണ് 0 1? 0 ഫസ്റ്റ് എപ്പോഴും നമ്മൾ 0 1 എഴുതുമ്പോൾ x കോർഡിനേറ്റ് ആണ് 0, y കോർഡിനേറ്റ് ആണ് 1. അപ്പോൾ x 0ഉം y 1ഉം ആവുന്ന പോയിന്റ് ഏതാ? ഇതാണ് പോയിന്റ് അല്ലേ. അതിൽ x 0 ആണ്, y 1 ആണ്. നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുള്ളൂ. നെക്സ്റ്റ്, അപ്പോൾ ഒരു പോയിന്റ് കിട്ടി. അടുത്തത് 1 0. ഏതാണ് 1 0? 1 0 x ആക്സ് 1, നെക്സ്റ്റ് y ആക്സിൽ 0 അല്ലേ. ദാറ്റ് ഈസ് x ആക്സിന്റെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ y 0 ആണ്. അപ്പോൾ 1 0 എന്ന പോയിന്റ് ഇത്. അപ്പോൾ നമ്മുടെ ഈ ലൈന്, ഒന്നാമത്തെ ലൈൻ ഏതാണ്? ഒന്നാമത്തെ ലൈന് ഇതിലൂടെ പാസ് ചെയ്യും. ഈ 2 പോയിന്റ് കൂടി പാസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ 2 ലൈൻ കിട്ടി. ഒന്ന് y ഈക്വൽ ടു 3, രണ്ടാമത്തെ y ഈക്വൽ ടു -x+1. ഇനി മൂന്നാമത്തെ ലൈൻ y ഈക്വൽ ടു x+1. അതും ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് വരച്ച് കണ്ടുപിടിക്കാം. x y എഴുതി ഇവിടെ yക്ക് 0 കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ xന് 0 കൊടുക്കാം. ഫസ്റ്റ് xന് 0 കൊടുക്കുമ്പോൾ yയുടെ വാല്യൂ 1. ഇനി yക്ക് 0 കൊടുക്കുമ്പോഴോ yയുടെ വാല്യൂ 0 ആകുമ്പോൾ x ഈക്വൽ ടു -1 അല്ലേ. ഏതാണ് ഫസ്റ്റ് പോയിന്റ്? 0 1. ദാറ്റ് ഈസ് ഈ ഒരു പോയിന്റ് 0, എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 1. ഓക്കെ, എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 1. നെക്സ്റ്റ് അടുത്തത് -1 0. അപ്പോൾ ഈ പോയിന്റ് കൂടിയും
ഈ പോയിന്റ് കൂടിയും അതുപോലെ തന്നെ ഈ പോയിന്റ് കൂടിയും പാസ് ചെയ്യുന്ന ലൈൻ. അത് ഏത് ലൈനാ? ഇങ്ങനെ ആയിരിക്കും. അപ്പൊ നമുക്ക് 3 ലൈൻ കിട്ടി. ഏതൊക്കെ ലൈന്? ഒന്നാമത്തെ ലൈന് y ഈക്വൽ ടു 3. രണ്ടാമത്തെ ലൈന് ഈ ലൈൻ ആയിരുന്നു, ദാറ്റ് ഈസ് y ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 1. നെക്സ്റ്റ് മൂന്നാമത്തെ ലൈന് ഈ ലൈൻ, ദാറ്റ് ഈസ് y ഈക്വൽ ടു എക്സ് പ്ലസ് 1. അപ്പൊ ഈ 3 ലൈനും ഉണ്ടാക്കുന്ന റീജിയൻ ഏതാണ്? ഇതാണ് 3 ലൈനും ഉണ്ടാക്കുന്ന റീജിയൻ അല്ലേ? ഈ ചെറിയൊരു ട്രയാങ്കിൾ, അതാണ് ട്രയാങ്കുലർ റീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ട്രയാങ്കുലർ റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ റീജിയൻ. ഞാൻ ഒന്നും കൂടി ഇത്രയും കാര്യങ്ങൾ ഒരു പുതിയ പേപ്പറിൽ ഒന്നും കൂടി വരയ്ക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ ലൈൻ y ഈക്വൽ ടു 3, ദാറ്റ് ഈസ് y ഈക്വൽ ടു 3. നെക്സ്റ്റ് ഈ ഒരു ലൈൻ അല്ലേ, ഈ 2 പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന ലൈൻ ഇങ്ങനെ വരും, ഇങ്ങനെ വരക്കാം. നെക്സ്റ്റ് മൂന്നാമത്തേത് ഇത്, ദാറ്റ് ഈസ് y ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 1. നെക്സ്റ്റ് ഇത് y ഈക്വൽ ടു ഈ ലൈന് y ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഈ 3 ലൈനും ഉണ്ടാക്കുന്ന റീജിയൻ ആണ് നമ്മുടെ ക്യാപിറ്റൽ R. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ R 2x മൈനസ് y സ്ക്വയർ ഇൻറ്റു dA. ഓക്കെ, ഇനി ക്യാപിറ്റൽ R പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് റീജിയൻ അല്ലേ? ക്യാപിറ്റൽ R പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗം. ഇനി നമുക്ക് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തു നിന്ന് എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ് കണ്ടുപിടിക്കണം. അതാണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യും. ഇത് തറവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏത് പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് എപ്പോഴും ഹൊറിസോണ്ടലാണ് നിങ്ങൾ നോക്കുക. എക്സിൻ്റെ ലിമിറ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലോട്ടാണ് നിങ്ങൾ നോക്കുക. ലെഫ്റ്റിൽ നിന്നും ഏതാണോ റീജിയൻ, ആ റീജിയനിലെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് നോക്കുക. അപ്പോൾ ഏത് റീജിയൻ ആണെങ്കിലും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് നോക്കുക. ഇതാണ് എക്സിൻ്റെ ലിമിറ്റ് നമ്മൾ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വൈയുടെ ലിമിറ്റ് ചെക്ക് ചെയ്യുക എപ്പോഴും എന്താണ്? താഴെ നിന്നും മുകളിലോട്ട്. ഇവിടെ ഈ ആരോ ഒഴിവാക്കണം, ദാറ്റ് ഈസ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സ് വാരി ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ വൈ വാരി ചെയ്യണത് താഴെ നിന്നും മുകളിലോട്ട്. എക്സ് ലെഫ്റ്റ് ടു റൈറ്റ്, നെക്സ്റ്റ് വൈ ബോട്ടം ടു ടോപ്പ്. അപ്പൊ നമ്മുടെ റീജിയൻ നോക്കാം. എക്സ് എവിടുന്നാണ് വാരി ചെയ്യുന്നത്? എക്സ് ഈ ലൈൻ നമ്മൾ റീജിയൻ നോക്കി കഴിഞ്ഞാൽ എക്സ് എപ്പോഴും ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇങ്ങനെ നോക്കാം. എക്സ് എപ്പോഴും വാരി ചെയ്യുക. ഈ ലൈൻ നമ്മൾ റീജിയനിൽ കംപ്ലീറ്റ് നിങ്ങൾ ജസ്റ്റ് വരച്ച് നോക്കുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരച്ച് നോക്കുക. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണ പോയിന്റ് ആണ് ഈ ഒരു ലൈനാണ്. ഈ ഒരു ലൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ? എക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എന്താണ്? എക്സ് ഈ ഒരു ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ റീജിയന് എല്ലായിടത്തും ഈ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ എക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു ലൈനിൽ നിന്നാണ് അല്ലേ? ലെഫ്റ്റിലെ ലൈനിൽ നിന്നാണ്. എവിടെ എൻഡ് ചെയ്യുന്നത്? റൈറ്റിലെ ലൈനിലാണ് എൻഡ് ചെയ്യുന്നത്. ഈ ഒരു ലൈനിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് എക്സ് ഈക്വൽ ടു എന്ന് എഴുതാം. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ എന്ന ലൈനിൽ നിന്ന്. ദാറ്റ് ഈസ് എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ എന്ന ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എവിടെ എൻഡ് ചെയ്യണത്? ദാറ്റ് ഈസ് ഈ ഒരു ലൈനിലാണ് എൻഡ് ചെയ്യുന്നത്. ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ തൊട്ട് മുന്നേ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഏതാ ഇക്വേഷൻ?
ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു നമ്മൾ എഴുതണം. വൈ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ എക്സിന്റെ ലിമിറ്റ് എഴുതുന്നത്, അതുകൊണ്ട് ഇതിന്ന് എക്സ് ഈക്വൽ ടു എന്ന് എഴുതണം. അതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ് ഈക്വൽ ടു എക്സിനെ ഇങ്ങോട്ട് എടുത്ത് വൈനെ ഇങ്ങോട്ട് എടുത്തത്, കാരണം നമ്മൾ എക്സിന്റെ ലിമിറ്റ് എഴുതുന്നത്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു ഏതാണോ ലൈന്, ആ ലൈനിന്റെ എക്സ് ഈക്വൽ ടു എന്ന ഫോം കണ്ടുപിടിച്ച് ആ ഇക്വേഷൻ ആ ലൈനിൽ നിന്ന് ഈ ലൈനിലോട്ട് എന്താണ് ഈ ലൈനിന്റെ ഇക്വേഷന്, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു ഇതിനെ ഇവിടെ തന്നെ വെക്കാം, 1നെ അങ്ങോട്ട് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു വൈ മൈനസ് 1. അപ്പൊ എക്സിന്റെ ലിമിറ്റ് നമുക്ക് കിട്ടി. ഇനി വൈയുടെ ലിമിറ്റോ, വൈയുടെ ലിമിറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒന്ന് ഫംഗ്ഷൻ ആണെങ്കിൽ ഒന്നിന്റെ ലിമിറ്റ്, ഇപ്പോൾ എക്സിന്റെ ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഫംഗ്ഷന്റെ ഫോമിലാണ് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ലിമിറ്റ് നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയി ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റന്റ് പറഞ്ഞാൽ എന്താ, വൈ നോക്കുക, ഏറ്റവും താഴെ ഏത് ഭാഗമാണ്, ഈ ഒരു ലൈനിലെ വൈ ഇങ്ങനെ വരച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഏറ്റവും താഴ്ന്ന ഭാഗം ഏതാണ്, ഈ ഒരു ഭാഗം. ഇതേതാണ്, വൈ ഈക്വൽ ടു 1 അല്ലേ. ഏറ്റവും മുകൾ ഭാഗം എല്ലാറ്റിനും സെയിം ആണ്. therefore y ഈക്വൽ ടു 3. അപ്പോൾ വൈയുടെ ലിമിറ്റ് എവിടെ മുതലാണ്, താഴ്ന്ന് മുകളിലോട്ട്. നമ്മൾ റീജിയൻ കംപ്ലീറ്റ് നിങ്ങൾ വരച്ച് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും അതിന്റെ താഴെ ഭാഗത്ത് നിന്ന് മുകൾ ഭാഗം നോക്കുക. ദാറ്റ് ഈസ് വൈയുടെ ലിമിറ്റ് നമുക്ക് കിട്ടി. വൈ 1 2 3 ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഏതെങ്കിലും ഒന്ന് ഒരു ഫംഗ്ഷന്റെ ഫോമിൽ വന്നേ പറ്റൂ, കാരണം രണ്ടും കോൺസ്റ്റന്റ് ആണെങ്കിൽ റെക്റ്റാങ്കിൾ ആണ് കിട്ടുക. റെക്റ്റാങ്കിൾ അല്ല നമ്മുടെ റീജിയൻ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് രണ്ടും കോൺസ്റ്റന്റ് വരില്ല, ഏതെങ്കിലും ഒന്ന് ഫംഗ്ഷൻ ആയേ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഫംഗ്ഷൻ ഫോമിലേക്ക് ഫിക്സ് ചെയ്യാം, വൈ എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് ആക്കാം. കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ റീജിയനിലെ ഏറ്റവും താഴ്ന്ന ഭാഗം നോക്കാം. അഥവാ വൈ കോൺസ്റ്റന്റ് ആയി എടുക്കുകയാണെങ്കിൽ ആ വൈയുടെ വാല്യൂ ഏറ്റവും താഴെ ഭാഗത്ത് ഏതാണോ അതാണ് ലോവർ ലിമിറ്റ്. ഏറ്റവും മുകൾ ഭാഗത്ത് ഏതാണോ, ദാറ്റ് ഈസ് ഈ ഇതിലെ ഏത് പോയിന്റ് എടുത്ത് കഴിഞ്ഞാലും അവിടേക്ക് എന്താണ്, വൈ ഈക്വൽ ടു 3 ആണ്. കാരണം ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താണ്, വൈ ഈക്വൽ ടു 3 ആണ്. therefore 1ൽ നിന്നും 3ലാണ് എന്ത്, വൈയുടെ ലിമിറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലേ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് എഴുതാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. നെക്സ്റ്റ് 2x minus y square into dA. Therefore this equal to 2x minus y square into എന്താണ് dA, നമുക്ക് dx dy എന്ന് എഴുതാം, അല്ലെങ്കിൽ dy dx എന്ന് എഴുതാം. ഇനി എക്സിന്റെ ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ അകത്തുള്ള ഇന്റഗ്രലിന് കൊടുക്കും. ദാറ്റ് ഈസ് 1 minus y to 1 plus y minus 1. ഇതാണ് ലിമിറ്റ്, 1 minus y to y minus 1. ഓക്കെ, നെക്സ്റ്റ് വൈയുടെ ലിമിറ്റ് 1 to 3. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കോൺസ്റ്റന്റ് ലിമിറ്റ് പുറത്ത് വരുന്ന രീതിയിൽ ലിമിറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷനിൽ ലാസ്റ്റ് കോൺസ്റ്റന്റ് ആ ഒരു ആൻസർ കോൺസ്റ്റന്റ് കിട്ടുന്നതിന് പകരം നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക, ഒരു ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കോൺസ്റ്റന്റ് ലിമിറ്റ് നിങ്ങൾ പുറത്തേക്ക് കൊടുക്കുക. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു, ഇപ്പോൾ ആൾറെഡി നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് ലിമിറ്റ് ആണ് പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡിഎക്സിന്റെ ലിമിറ്റ് നമ്മൾ ഫസ്റ്റ് ഇതിന് കൊടുത്തു, വൈയുടെ ലിമിറ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് പുറത്തേക്ക് എഴുതി. ഇവിടെ നിങ്ങൾക്ക് dAക്ക് പകരം dy dxും എഴുതാം, dy dx കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്റഗ്രൽ ഫോം എങ്ങനെയായി, ഡബിൾ ഇന്റഗ്രൽ 2x minus y square എന്നായി. ഇനി വൈയുടെ ലിമിറ്റ് എന്താണ്, വൈയുടെ ലിമിറ്റ് 2 1 2 3, എക്സിന്റെ ലിമിറ്റ് 1 minus y to y minus 1. ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഈ കോൺസ്റ്റന്റ് ലിമിറ്റിനെ ഇങ്ങോട്ടും വൈയുടെ ഫംഗ്ഷൻ ലിമിറ്റിനെ ഇങ്ങോട്ടും എഴുതണം. ഇവിടെ രണ്ടും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇവിടെയും ഇന്റർചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ വീണ്ടും ഈ ഫോമിലേക്ക് തന്നെ വരും. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോൺസ്റ്റന്റ് ലിമിറ്റ് ആണെങ്കിൽ രണ്ടും ഫംഗ്ഷൻ ലിമിറ്റ് ഒരിക്കലും ചോദിക്കില്ല. ഒന്നെങ്കിൽ രണ്ടും കോൺസ്റ്റന്റ് ലിമിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഒന്ന് കോൺസ്റ്റന്റ് ലിമിറ്റും ഒന്ന് ഫംഗ്ഷന്റെ ലിമിറ്റും ആയിരിക്കും. ഫംഗ്ഷന്റെ ലിമിറ്റ് എപ്പോഴും അകത്തും കോൺസ്റ്റന്റ് ലിമിറ്റ് എപ്പോഴും പുറത്തും എഴുതാം. ഓക്കെ, ഇനി ഇത് തെറ്റിക്കാതെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടുള്ളൂ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 1 to 3
First, with respect to x ആണ് ചെയ്യുന്നത്. Therefore, 2x square divided by 2 minus y square x. കാരണം y square എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. ഇതിനെ with respect to x ചെയ്യുമ്പോൾ y square into x. കാരണം k x എന്നാണ് വരിക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is 1 minus y to y minus 1 into dy. Okay, therefore this equal to 1 to 3. Next 2 cancel ചെയ്യാം. That is x square minus y square x. Upper limit lower limit, that is 1 minus y minus 1 into dy. Therefore this equal to integral 1 to 3. Next x ന് with respect to ഏതാണ് ചെയ്ത് അതിനാണ് ലിമിറ്റ് കൊടുക്കുക. x ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. Therefore y minus 1 whole square minus y square into y minus 1, that is upper limit minus lower limit, that is 1 minus y whole square minus y square into 1 minus 1. Okay, into dy. Therefore this equal to integral 1 to 3. Next bracket ഒന്ന് ഓപ്പൺ ചെയ്യാം. y square minus 2y plus 1. Next minus y cube plus y square minus next 1 minus 2y plus y square minus y square plus y cube into dy. That equal to integral 1 to 3. Next y square that is 2y square minus 2y plus 1 minus y cube minus next ഇവിടെ ഒരു ടേം ഈ രണ്ട് ടേമും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ബാക്കി 1 minus 2y plus y cube into dy. Next, that equal to 1 to 3. 2y square minus 2y plus 1 minus y cube minus 1 plus 2y minus y cube into dy. Okay, this equal to integral 1 to 3. 2y square, ഇവിടെ ഒരു y square അല്ലേ, ഇവിടുത്തെ y square cancel ചെയ്തു, that is 2y square minus next ഇവിടെ 2y ഇവിടെ plus 2y, അത് രണ്ടും cancel ചെയ്യാം. next 1 ഇവിടെ minus 1, അത് രണ്ടും cancel ചെയ്യാം. ഇവിടെ y cube minus y cube, that is minus 2y cube dy. That equal to 2 outside എടുക്കാം. ബാക്കി integral 1 to 3 y square minus y cube into dy. Therefore this equal to 2 into y cube by 3 minus y raised to 4 divided by 4 upper limit minus lower limit, that is 2 into y cube 4 cube divided by 3 minus 4 raised to 4 divided by 4 minus next 1 by 3 minus 1 by 4. Okay, that equal to 2 into 4 by 3, the 4 cube, that is 64 divided by 3 minus 4 cube, that is 64 minus 1 by 3. Okay, that is 1 by 3, that is 4 minus
3 divided by 4. That equal to 2 into 64 divided by 3 minus 64 minus 1 divided by 1 divided by 4. 1 divided by 4. Divided by 4. That equal to completing that equal to 2 into വീണ്ടും ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് 64 divided by 3 minus 64 divided by 1 minus 1 divided by 4. That equal to 2 into 64 minus 3 into 64. 3 into 64. That is 192 divided by 3 minus 1 divided by 4. കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ 4 കൊണ്ട് ഗുണിക്കാം, ഇവിടെയും 4 കൊണ്ട് ഗുണിക്കാം, അല്ലെങ്കിൽ വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 64 മൈനസ് 192. 64 മൈനസ് 192 that is 128 minus 128 divided by 3 minus 1 by 4. Okay, minus പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ minus 2 into 128 divided by 3 plus 1 divided by 4. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേഷൻ ആണ്, എന്നിരുന്നാലും കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുള്ളൂ. ദാറ്റ് ഈസ് minus 2 into നെക്സ്റ്റ് വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 into 128 that is 512 plus 3 divided by 12. That equal to 2 cancel ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി minus 1 by 6 into 515. ഓക്കെ, എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യാം. എനിക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസർ ഇതായിരുന്നു. ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ -68 divided by 3 ആണ്. -68 divided by 3. ഓക്കെ, തൊട്ട് മുന്നേ വേറെ ഏതെങ്കിലും സ്റ്റെപ്പിൽ മിസ്റ്റേക്ക് ഉണ്ടോ ഒന്ന് റീചെക്ക് ചെയ്യാം. ഓക്കെ, മിസ്റ്റേക്ക് ഇതാണ്. ലിമിറ്റ് 1 to 3 ആയിരുന്നു അല്ലേ. ലിമിറ്റ് 1 to 3 എന്നുള്ളത് ഞാൻ ഇവിടെ 1 to 4 എഴുതി. ദാറ്റ് ഈസ് എ മിസ്റ്റേക്ക്. ഓക്കെ, ദാറ്റ് ഈസ് 1 to 4 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കും.
Okay, just a calculation mistake. Complete here. Problem complete here. That is 2 into 3 cube. 3 cube divided by 3 minus 3 raised to 4 divided by 4 minus lower limit 1 by 3 minus 1 by 4. That's equal to 2 into 3 cancel with 3 with 3 cancel with 9 minus 3 raised to 4. That is 3 cube 27, 3 raised to 4 81. That is 81 divided by 4. Upper limit minus lower limit. That is lower limit same. That is 1 by 4. That equal to 2 into next 36 minus 81 divided by 4 minus 1 divided by 4. That equal to 2 into ഇവിടെ 4 വേണമെങ്കിൽ എന്ത് ചെയ്യാം കോമൺ ആയിട്ട് എഴുതാം. That is 36 minus 81 minus 1. 36 minus 81 minus 1 whole divided by 4 എന്ന് എഴുതാം. Okay, that equal to that equal to 36. അപ്പോഴും ഡിനോമിനേറ്റർ മൈനസ് 68 എന്ന് വരുന്നില്ല അല്ലേ. minus 68 divided by 3 എന്ന ആൻസർ ഡിനോമിനേറ്റർ 3 വരുന്നില്ല. അപ്പോൾ വേറെ എവിടെ മിസ്റ്റേക്ക്? Okay, ചെയ്യാം. നിങ്ങൾ ഒന്നുകൂടി ചെയ്ത് നോക്കുക, കറക്റ്റ് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് 2 ടൈംസ് 2 ക്യാൻസൽ ചെയ്യാം. ബാക്കി 36 മൈനസ് 81 മൈനസ് ഡിവൈഡ് ബൈ 2. എന്നാൽ 36 മൈനസ് 81 മൈനസ് 1. ദാറ്റ് ഈസ് മൈനസ് 46 ഡിവൈഡ് ബൈ 2. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 23 എന്നാണ് കിട്ടുന്നത്. ഇതല്ല ആൻസർ. നിങ്ങൾ ചെക്ക് ചെയ്യുക. വീണ്ടും ഞാൻ പറയുന്നു മൈനസ് 68 ഡിവൈഡ് ബൈ 3 ആണ്. ഓക്കെ, ഇതുവരെ നമ്മൾ ചെയ്ത കറക്റ്റ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഒന്നും കൂടി ചെയ്യാം. ഇതുവരെ കറക്റ്റ് ആണ്. എവിടെയോ ചെറിയൊരു സിമ്പിൾ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും കൂടി ചെയ്യാം. That is this equal to 1 to 3 2y square minus 2y cube into dy. ഇതുവരെ ശരിയാണ്. That's equal to 2 outside എടുത്തു. That is integral 1 to 3. Next y square minus y cube into dy. That equal to 2 into 1 to 3 y cube by 3 minus y raised to 4 divided by 4. Upper limit lower limit 1 to 3. That equal to 2 into integral 1 to 3 upper limit കൊടുക്കുമ്പോൾ 3 cube. ഓക്കെ, അവിടെയും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 3 cube divided by 3 minus 3 raised to 4 divided by 4. Upper limit minus lower limit 1 by 3 minus 1 by 4 into d. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. That equal to 2 into next upper limit substitute ചെയ്യുമ്പോൾ 3 cube divided by 3 minus 3 raised to 4 divided by 4 minus next 1 by 3 minus 1 by 4. That equal to 3
ഇതിലെ ഒരു 3 ക്യാൻസൽ ചെയ്യാം, ബാക്കി 3 സ്ക്വയർ ദാറ്റ് ഈസ് 2 ടൈംസ് 9 മൈനസ് നെക്സ്റ്റ് 3 raised to 4 that is 81 divided by 4 minus 1 by 3 that is 4 minus 3 that is 1 divided by 4 that equal to 2 times 36 minus 81 divided by 4 minus 1 divided by 4 that equal to 2 times 36 minus 81 minus that is 36 minus 81 minus 1 divided by 4 തൊട്ട് മുന്നത്തെ സെയിം ആൻസറിന് പിന്നെ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ഞാൻ പറയാം 143 പേജ് 143 ക്വസ്റ്റ്യൻ നമ്പർ എക്സാമ്പിൾ 12 ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് എന്താണ് ആൻസർ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ പറയാം. ഓക്കെ, എവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇതാണ് മെത്തേഡ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു റീജിയൻ കിട്ടിയിട്ട് ആ റീജിയനിൽ നിന്ന് ലിമിറ്റ് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഏതാണ് നല്ല ആൻസർ എന്നുള്ളത്, കറക്റ്റ് ആൻസർ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് അറിയിക്കുക. ഞാൻ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിൽ എഡിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.